മക്തൂം സംഗമത്തോടെയാണ് പരിപാടിക്ക് തുടക്കം കുറിച്ചത്. നൂറ്റാണ്ടുകളായി പൊന്നാനിയിൽ നിലനിൽക്കുന്ന സയ്യിദ് കുടുംബാംഗങ്ങളെയും മക്തൂം കുടുംബാംഗങ്ങളെയും പണ്ഡിതന്മാരെയും പൗര പ്രമുഖരായ കാരണവന്മാരെയും സംഗമത്തിൽ ആദരിച്ചു. അസുഫ സാരഥി, ഉസ്താദ് ജാഫർ സക്കാഫി കൈപ്പമംഗലം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കേരള നിയമസഭാ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മുഖ്യാതിഥിയായിരുന്നു. സയ്യിദ് ഫൈസൽ ബാഫക്കി തങ്ങൾ സംഗമം ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് സിദ്ദീഖ് പന്താവൂർ, മുബാറക് മക്തൂമി, ഹിലർ മക്തൂമി, ഫവൽ മക്തൂമി, നൌഫൽ അഹ്സനി തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. മുമ്പ് കഴിഞ്ഞുപോയ ആളുകൾ, അവരെക്കുറിച്ചുള്ള ഓർമ്മ അത് നിലനിർത്താനാണ് ഈ പാരമ്പര്യത്തിൽ നിലനിൽക്കുന്ന എല്ലാവരുടെയും ശ്രമവും പ്രബോധകരുടെ ആവശ്യവും അതാണ്. അതെങ്ങനെങ്കിലും മറന്നു പോകുക, അതങ്ങ് ഇല്ലാതെയാവുക എന്നതാണ് ഈ യഥാർത്ഥ വഴിയിൽ നിന്ന് തെന്നിയ മുഴുവൻ ആളുകളുടെയും ആഗ്രഹം. സിറാത്തുല്ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. വിശുദ്ധ ഖുർആൻ ഫാത്തിഹ അതാണ് പഠിപ്പിക്കുന്നത്. അവർ ആ നല്ല വഴിയിൽ സഞ്ചരിച്ച അവരുടെ വഴി എന്ന് അള്ളാഹു പറയുന്നു. അള്ളാഹുവിൻ്റെ വഴിയെക്കുറിച്ച് അവരുടെ വഴി എന്ന് പറയുന്നു. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഴി, സ്വഹാബത്തിൻ്റെ വഴി, താബിഈങ്ങളുടെ വഴി, ഔലിയാക്കളുടെ വഴി, അതാണ് അള്ളാഹുവിൻ്റെ വഴി. പൊന്നാനി അസുഫ മീലാദ് സമ്മേറ്റ് മലിക്കുൽ മുളഫർ മജ്ലിസ് 2024 സെപ്റ്റംബർ 25 മുതൽ 29 വരെ പൊന്നാനി കടലോരത്തെ വാദി ഹാജയിൽ പ്രൗഢമാവുകയാണ്. സ്നേഹപൂർവ്വം സ്വാഗതം.